രണ്ടാമത്തെ സർഗർമി ശാലിനി ക്ലാസ് മേം ഏക്ക് ഗീത് ഗാനെ ലഗി. ശാലിനി ക്ലാസ്സിൽ ഒരു പാട്ട് പാടാൻ തുടങ്ങി. കിത്ന അച്ഛാ മേരാ ഘർ ഹേ, എത്ര നല്ലതാണ് എൻ്റെ വീട്. കിത്ന പ്യാരാ മേരാ ഘർ ഹേ, എത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ വീട്. പ്യാരെ പ്യാരെ ഉമ്മി അബ്ബ, പ്രിയപ്പെട്ട ഉമ്മിയും അബ്ബയും. ന്യാരെ ന്യാരെ ഭായി ബഹന, വ്യത്യസ്തമായ വിചിത്രമായ, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഭായി സഹോദരൻ, ബഹന സഹോദരി. കിത്തിനെ പ്യാരെ ദാദാ ദാദി, എത്ര പ്രിയപ്പെട്ട ദാദയും ദാദിയും. കിത്തിനെ അച്ഛേ നാനാ നാനി, എത്ര നല്ല നാനാ നാനി, ഉമ്മാൻ്റെ ഉപ്പയും ഉമ്മാൻ്റെ ഉമ്മയും. ഇനി ചോദ്യം, ഗീത് പഠിയേ, ഗീതം കവിത വായിക്കുക. ഇസ്മേം, ഇതിൽ ചന്ദ് ഗർവാലും കെ നാം ആയി ഹൈൻ, വീട്ടുകാരുടെ പേര് വന്നിട്ടുണ്ട്. കോൻ കോൻ ഹൈൻ, ആരെല്ലാമാണ്. അപ്പോൾ ഈ കവിതയിൽ വന്ന വീട്ടിലെ ആളുകളുടെ പേര് ആരൊക്കെയുണ്ട് നിങ്ങൾ പഠിച്ചതാണ്. കിട്ടണില്ലെങ്കിൽ ചോദിക്കട്ടോ. ഇതിൽ രണ്ടാമത്തെ ചോദ്യം, ബച്ചോ കുട്ടികളെ, ആപ്പുക്കോ ഗർ പസന്ത് ഹേനാ, നിങ്ങൾക്ക് വീട് ഇഷ്ടമാണോ. ആപ്പുക്കെ ഗർ മേ കോൻ കോൻ ഹായ്, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്. ഗർക്കെ ബാരേമേ ലിഖിയെ, വീടിനെ കുറിച്ച് എഴുതാൻ. അപ്പം ഇതിൽ ചോദിച്ച് ഇതിൽ ആരെല്ലാം ഉണ്ട് എന്നുള്ളതാണ് വീട്ടിലെ അംഗങ്ങൾ. നാനാ നാനി പോലെ ഇനിയും ഇതിൽ ആളുകളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഈ പാഠഭാഗത്തിലും ഈ ഒരു പേജിലും ഇതിലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെ മാർക്കുകൾ നോക്കട്ടോ. ഗർമേം അബ്ബാഹെ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഉപ്പയുണ്ട്. ഇത് നൂരിൻ്റെ വീട്ടിലെ ആളുകളുടെ പേര്. ഇതിൽ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ പേര് എഴുതാൻ പറഞ്ഞിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കട്ടോ. ഇനി വീടിനെ കുറിച്ച് സെൻറ്റൻസ്. മേരാ ഘർ, എൻ്റെ വീട്. യഹ് മേരാ ഘർ ഹേ, ഇത് എൻ്റെ വീടാണ്. മേരാ ഘർ ചോട്ടാ ഹേ, എൻ്റെ വീട് ചെറുതാണ്. മേരെ ഘർ മേ, ഇവിടെ വലുതാണെന്നാണെങ്കിൽ എങ്ങനെ എഴുതും. ബഡാ, ബഡാ വലുത് ഇങ്ങനെ എഴുതും, ബഡാ എന്ന് എഴുതും. ചോട്ട ചെറുത്. മേരാ ഘർ ചോട്ടാ ഹേ, മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ ഉമ്മി ഔർ അബ്ബാ ഹൈൻ, ഉമ്മിയും അബ്ബയും ഉണ്ട്. മേരാ, എൻ്റെ ഏക് ബഡാ ഭായി ഹേ, ഒരു വലിയ സഹോദരനുണ്ട്. മേരി ഏക് ചോട്ടി ബഹൻ ഹേ, എനിക്ക് ഒരു ചെറിയ സഹോദരിയുണ്ട്. മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ ദാദാ ഔർ ദാദി ബി ഹൈൻ, എൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ ഉപ്പയും ഔർ ദാദി, ഉപ്പാൻ്റെ ഉമ്മയും ഉണ്ട്. ഹമാരാ ഘർ, നമ്മുടെ വീട് പ്യാരാ പ്യാരാ ഹേ, പ്രിയപ്പെട്ടതാണ്. ഇത്രയാണ് രണ്ടാമത്തെ ചോദ്യത്തിലുള്ള വീട്ടുകാരെ കുറിച്ച്, വീടിനെ കുറിച്ച്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് പഠിക്കുക. ഉമ്മിയാണ് വരുന്നെങ്കിൽ മുഅന്നസ് ലായി എന്നാണ് വരിക. അബ്ബ എന്നാണെങ്കിൽ ലായ എന്നാണ് വരിക. ദാദി എന്നാണെങ്കിൽ ലായി എന്നാണ് വരിക. മുഅന്നസാണ് രണ്ടും. ഇത് രണ്ടും മുസക്കർ, ലായേ. ഇനി ഭായി എന്നാണെങ്കിൽ ലായ, ലായ. ബഹനാണെങ്കിലും ലായി എന്ന് തന്നെയാണ് വരിക കേട്ടോ.